ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് +1 പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരഗ്രാഫ് നമുക്ക് തരും. ഓക്കെ, ആ പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ താഴെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മോട് പറയും ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താൻ പറയും. നമ്മൾക്കാണ് ചില കുട്ടികൾക്കൊന്നും പാരഗ്രാഫ് വെച്ചാൽ അറബി വാക്കുകൾ മീനിങ്ങേ അറിയില്ല. പക്ഷെ മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പാരഗ്രാഫിൻ്റെ താഴെ കൊടുത്ത ചോദ്യത്തിന് ഈസിയായി ഉത്തരം കണ്ടെത്താമെന്നുള്ള ട്രിക്സാണ് പറയാൻ പോകുന്നത്. റെഡിയാണല്ലോ? ഒക്കെ നോക്കാം. കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ കൊടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഫസ്റ്റത്തെ വാക്കുകൾ ഐന, മത്ത, മാഹുവ, മാഹിയ, മത്ത, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡുകളായിരിക്കും. അദാത്തുൽ ഇസ്തിഫ്ഹാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ നിന്ന് ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം ഈ പാരഗ്രാഫിൽ ഏത് സെന്റൻസിലാണോ വരുന്നത് ആ സെന്റൻസിൽ അതിന് ആൻസർ ഉണ്ടാവും. ഇപ്പോൾ ഐന ഉലിദ അല്ലേ, അപ്പോൾ ഉലിദ ഷായർ ഹാഫിദ് ഇബ്രാഹിം എന്ന് വരുന്ന സെന്റൻസ് ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവും ഉലിദ ഉണ്ടോ, ഉലിദ വരുന്നുണ്ട്, ഉലിദ ഹാഫിദ് ഇബ്രാഹിം എന്നൊക്കെ വരുന്ന സെന്റൻസ് ഉണ്ട്. ഈ സെന്റൻസിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ആൻസർ കണ്ടെത്തി എഴുതാം. ഇനി അതിൽ നോക്കിയൊരു ആൻസർ കിട്ടിയില്ലേ എങ്കിൽ ആ സെന്റൻസ് നിങ്ങൾ അതേപോലെ എടുത്ത് എഴുതിയാലും ആൻസർ ശരിയാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കി ബാക്കിയുള്ളപ്പോൾ മാഹുവ ലഖബ് ഹാഫിദ് ഇബ്രാഹിം. ഇപ്പം ലഖബ് എന്ന് വരുന്ന ഭാഗം നിങ്ങൾ നോക്കിയ സെന്റൻസിലാണ് നോക്കുക. ഇങ്ങനെ പോണ സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ലുക്കിബ ഉണ്ടോ, ലുക്കിബ. അപ്പോൾ ഈ സെന്റൻസ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ആ സെന്റൻസ് ഇതേപോലെ എടുത്ത് എഴുതിയാൽ അതിൽ എന്തുണ്ട്? അതിന് ആൻസർ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസിനും വളരെ ഈസി ആൻസർ കണ്ടെത്താം. എന്താണ് ട്രിക്ക്? എന്താണ്? ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ക്വസ്റ്റ്യൻ വേർഡ് എവിടെ ഉണ്ടാവുക? അത് ആ ക്വസ്റ്റ്യനിലെ ഫസ്റ്റിലുണ്ടാവുക. ആ ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം ഇതിൽ ഏത് സെന്റൻസിലാണോ വരുന്നത് അവിടെ അതിൻ്റെ ആൻസർ ഉണ്ടാവും. അതല്ലെങ്കിൽ ആ സെന്റൻസ് അതേപോലെ എടുത്ത് എഴുതിയാൽ അതിൻ്റെ ആൻസർ ശരിയായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇനി മുതൽ പരീക്ഷയിൽ പാരഗ്രാഫ് തന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക? പാരഗ്രാഫ് തന്ന് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി മാർക്ക് സ്കോർ ചെയ്യുക. മിക്കവാറും 4 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ എഴുതാം. അസ്സലാമു അലൈക്കും.